ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ UNNIPGS. ഏവർക്കും ഇലക്ട്രോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത്. ഇൻട്രോയിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ്റെ ഇൻക്യുബേറ്റർ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ്. നമുക്ക് സാധാരണക്കാർക്ക് വീടുകളിൽ നിർമ്മിക്കാൻ പറ്റിയ ഒരു ഇൻക്യുബേറ്ററാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഒരു 10-20 മുട്ടകൾ വെച്ച ശേഷം നമുക്ക് വിരിയിക്കാൻ പറ്റിയ ഒരു ഇൻക്യുബേറ്റർ സെറ്റ്. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് 2 പാർട്ടായിട്ടാണ്. കാരണം ഇത് ജെന്യുവനായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ 2 പാർട്ടായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതിൽ ഫസ്റ്റിലെ വരുന്നത് നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ സെറ്റിംഗ് എങ്ങനെയാണെന്നുള്ളതാണ്. ഒരു ചിക്കൻ നമുക്ക് വിരിയിച്ചെടുക്കാനായിട്ട് പ്രധാനമായിട്ടും വേണ്ടത് അതിൻ്റെ ടെമ്പറേച്ചർ, കൃത്യമായിട്ടുള്ളൊരു ടെമ്പറേച്ചർ സെറ്റിങ്ങും അതേപോലെ തന്നെ ഹ്യൂമിഡിറ്റി സെറ്റിങ്ങുമാണ്. അപ്പോൾ അതിലെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ടെമ്പറേച്ചർ സെറ്റിങ്ങാണ്. ഒരു തെർമോസ്റ്റാറ്റിൽ നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ സെറ്റിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ആദ്യത്തെ വീഡിയോ. ഈ വീഡിയോ ഞാൻ ചെയ്ത് വിജയിച്ചതിന് ശേഷം മാത്രമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോ ഞാൻ ചെയ്തിട്ട് ഏകദേശം 10-30 ദിവസത്തിന് മേളിലായി. അതിന് ശേഷമാണ് ഇന്നാണ് ഈ വീഡിയോയുടെ ഇൻട്രോ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോയിട്ട് നമ്മുടെ തെർമോസ്റ്റാറ്റിൻ്റെ സെറ്റിംഗ് എങ്ങനെയാണെന്നുള്ളത് പഠിക്കാം. ഈ വീഡിയോയ്ക്ക് ശേഷം അടുത്ത വീഡിയോയിൽ നമ്മൾ എഗ്ഗ് വെക്കേണ്ടത് എങ്ങനെയാണ്, നമ്മൾ ഹ്യൂമിഡിറ്റി കൺട്രോളിങ് സെറ്റിങ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ ലെങ്ത് വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിലൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. കാരണം ഈ ടെമ്പറേച്ചർ സെറ്റിംഗ് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ടെമ്പറേച്ചർ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ചിക്കൻ വിരിയിച്ചെടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37.5 ഡിഗ്രി സെൽഷ്യസ് ആണ് വേണ്ടത്. അതിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ അതിൻ്റെ സെറ്റിംഗ് എങ്ങനെ നമുക്ക് തെർമോസ്റ്റാറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ശേഷം അടുത്തതായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ നമുക്ക് അതിൻ്റെ ഫുൾ കണ്ടൻറ്റ് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് എൻ്റെ സെറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ തെർമോസ്റ്റാറ്റ് സെറ്റിംഗ് നമുക്ക് നോക്കാം. നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. ഓക്കെ, അതിനുമുമ്പ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കഴിഞ്ഞ നമ്മുടെ ഓട്ടോമാറ്റിക് സാനിറ്റൈസർ സെൻസറിൻ്റെ വീഡിയോസ് എല്ലാവരും കണ്ടുവെന്നറിയാം. വളരെ നല്ല സപ്പോർട്ടാണ് യൂട്യൂബിലെ എല്ലാവരും നൽകിയത്. യൂട്യൂബിൽ നമ്മുടെ ടെക് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും നൽകിയത്. ഏകദേശം 1.5K അടുത്ത് വ്യൂസ് ഇതിലുണ്ടായി. എന്തായാലും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കുറവാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീട്ടിലേക്ക് പോകാം. ഓക്കെ, പ്രധാനമായും 2 തരത്തിലുള്ള തെർമോസ്റ്റാറ്റുകളാണ് ഇൻക്യുബേറ്റർ നിർമ്മാണത്തിന് ഉപയോഗിക്കുക. ഇതിൽ HW557V6.0 എന്ന തെർമോസ്റ്റാറ്റാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. ഈ തെർമോസ്റ്റാറ്റാണ് നമ്മൾ ഇന്ന് ഇൻക്യുബേറ്റർ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ ബോർഡിലുള്ള കണക്ഷൻ ടെർമിനലും സ്വിച്ചുകളും എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. പ്രധാനമായും 4 ടെർമിനലുകളാണ് ബോർഡിലുള്ളത്. അതിലൊന്ന് K0, K1, +12 ഗ്രൗണ്ട് എന്നിങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നു. അതിൽ K0, K1 എന്നിവ റിലേ കണക്ഷന് വേണ്ടിയും +12 ഗ്രൗണ്ട് എന്നീ ടെർമിനലുകൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിനുള്ള 12 വോൾട്ട് സപ്ലൈ കണക്ട് ചെയ്യുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്നു. 3 ബട്ടണുകൾ ബോർഡിൽ കാണുവാൻ സാധിക്കും. സെറ്റ്, പ്ലസ്, മൈനസ് എന്നിങ്ങനെ 3 ബട്ടണുകളാണ് ബോർഡിലുള്ളത്. ഇതിൽ സെറ്റ് ബട്ടൺ ഫങ്ഷൻ ബട്ടണായും പ്ലസ്, മൈനസ് എന്നിവ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ പ്ലസ്, മൈനസ് എന്നീ ബട്ടണുകൾ പ്രോഗ്രാം മോഡുകൾ ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കുന്നതിനും ഉപയോഗിക്കാം. ഇനി നമുക്ക് ബോർഡിലേക്ക് കണക്ഷൻ നൽകി ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബോർഡ് ഇവിടെ സെറ്റാണ്. ഈ ബോർഡിലേക്ക് കണക്ഷൻ കൊടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു 12 വോൾട്ട് 2 ആംപിയറിൻ്റെ ഒരു അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കേബിൾ ഞാൻ കട്ട് ചെയ്യുന്നില്ല. കേബിൾ കട്ട് ചെയ്യാണ്ട് യൂസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോക്കറ്റ് കൂടി എടുത്തിട്ടുണ്ട്. അതിൽ വയർ കണക്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് അതിൻ്റെ പൊളാരിറ്റി ഒന്ന് ചെക്ക് ചെയ്യുക. ആ സോക്കറ്റിലുള്ള പ്ലസ് ഓർ മൈനസിൻ്റെ കറക്റ്റായിട്ട് തന്നെ വേണം കൊടുക്കാൻ. എന്നിട്ട് നമുക്കിത് ബോർഡിലേക്ക് കണക്ട് ചെയ്ത് എടുക്കാം. ബോർഡിൻ്റെ ഈ 2 ടെർമിനൽ വേണം നമുക്ക് കൊടുക്കാൻ. 12 വോൾട്ട് ഗ്രൗണ്ട് ഈ ടെർമിനൽ വേണം കണക്ട് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ ഈ ബോർഡിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സോക്കറ്റിൻ്റെ 2 വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ അഡാപ്റ്ററിൻ്റെ കോഡ് ഈ സോക്കറ്റിലേക്ക് ഒന്ന് കടത്തി വെക്കാം. പിന്നെ ചെക്ക് ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ പൊളാരിറ്റിയിൽ
സോക്കറ്റിൻ്റെ പൊളാരിറ്റി മസ്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ബോർഡിന് വേറെ സേഫ്റ്റി ഒന്നുമില്ല, ഫ്യൂസ് ഐറ്റംസ് ഒന്നും ഇല്ലാത്ത കാരണം ഡയറക്റ്റ് സപ്ലൈ ആകുന്നതാണ്. പൊളാരിറ്റി തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അടിച്ചു പോകും. അപ്പോൾ നമുക്കിനി ഡയറക്റ്റ് ഒന്ന് കുത്തി നോക്കാം, സോക്കറ്റിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. ബോർഡ് കണക്ട് ചെയ്താൽ ആദ്യം തന്നെ കാണിക്കുക റൂം ടെമ്പറേച്ചറാണ്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണം. അതിന് ആദ്യം സെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, പിന്നെ പ്ലസ് ഓർ മൈനസ് പ്രസ് ചെയ്ത് നമുക്ക് 37.5 ഡിഗ്രിയിൽ സെറ്റ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് സെറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റിംഗ് ആയിക്കോളും. നമുക്കൊന്ന് കൺഫേം ചെയ്യാനായിട്ട് വീണ്ടും സെറ്റ് ബട്ടൺ നിൽക്കിയാൽ 37.5 വരും. വീണ്ടും സെറ്റ് ബട്ടൺ തന്നെ ഒന്ന് പ്രസ് ചെയ്യുക, അപ്പോൾ നമ്മൾ സേവ് ആയിക്കോളും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ 37.5 സേവ് ആയിട്ടുണ്ട്. നമുക്ക് മറ്റ് സെറ്റിങ്ങുകളിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 3 സെക്കൻഡ് നേരത്തേക്ക് ഹോൾഡ് പ്രസ് ചെയ്യുക, അതായത് സെറ്റ് ബട്ടൺ ഹോൾഡ് ചെയ്യുക. അപ്പോൾ ആദ്യം വരുന്നത് P0 ആയിരിക്കും. P0 എന്നുള്ളത് നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ ഹീറ്റ് മോഡാണോ കോൾഡ് മോഡാണോ സെറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് വേണ്ടത് ഹീറ്റ് മോഡാണ്. അപ്പോൾ ഹീറ്റ് മോഡ് സെറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഹീറ്റ് മോഡ് ശരിയാക്കുക. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് P1 എന്ന് പറയുന്ന മോഡാണ്. അത് നമുക്ക് 0.2 ഡിഗ്രി സെൽഷ്യസിൽ വേണം സെറ്റ് ചെയ്യാൻ. അതായത് നമ്മുടെ ടെമ്പറേച്ചർ എത്ര ഡിഗ്രി കുറഞ്ഞാൽ വേണം വീണ്ടും ഓണാകാൻ എന്നുള്ളതാണ്. അത് 0.2 ഡിഗ്രിയിൽ സെറ്റ് ചെയ്യുക. അടുത്തായിട്ട് P2 എന്ന് പറയുന്ന സെറ്റിംഗാണ്. സെറ്റിംഗ് എന്നത് വരുന്നത് നമുക്ക് 39 ഡിഗ്രിയിൽ സെറ്റ് ചെയ്യണം. അത് ഹൈ ടെമ്പറേച്ചറാണ്. മാക്സിമം ഹൈ ടെമ്പറേച്ചർ എത്ര വരെ ആകാം എന്നുള്ളതിൻ്റെ സെറ്റിംഗാണ് 39. അപ്പോൾ നമുക്ക് 39ലേക്ക് കൊണ്ടുവന്നിട്ട് സെറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് അത് ഓക്കെ ആക്കാം. അടുത്തതായിട്ട് വരുന്നതെന്ന് വെച്ചാൽ P3 മോഡാണ്. അത് മാക്സിമം ലോ ടെമ്പറേച്ചറാണ്. അത് നമുക്ക് എത്ര ഡിഗ്രിയിൽ സെറ്റ് ചെയ്യണം നോക്കാം. 34 ഡിഗ്രി സെൽഷ്യസിലാണ് ലോ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 34ലേക്ക് കൊണ്ടുവന്നിട്ട് സെറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് 34ലേക്ക് അതിനെ സെറ്റ് ചെയ്യാം. അടുത്തായി P4 എന്ന് പറയുന്ന മോഡാണ്. നമുക്കത് യൂസ് ഇല്ലാത്തതാണ്. അത് നമുക്ക് 0യിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. വേറെ ആവശ്യങ്ങളൊന്നുമില്ല P4ൽ. അടുത്ത മോഡ് വരുന്നത് P5 മോഡാണ്. അതും നമുക്ക് സെയിം ഓപ്ഷൻ തന്നെയാണ്, വേറെ ആവശ്യങ്ങളൊന്നുമില്ല അതിൻ്റെ അകത്ത്. അതും 0യിൽ തന്നെ സെറ്റ് ചെയ്യുക. പിന്നെ P6 എന്ന് പറയുന്നൊരു മോഡാണ് ലാസ്റ്റ് ഇതായിട്ട് വരിക. അത് നമുക്ക് അലാറം സെറ്റിങ് അതേപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈ ബോർഡിൽ നമുക്ക് അലാറം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബോർഡിൽ നമുക്ക് ഇത് ഓഫാക്കി വെക്കുക. ഇല്ലെങ്കിൽ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഇൻഡിക്കേഷൻ വെറുതെ XX എന്ന് പറഞ്ഞ് കാണിക്കുന്നേ ഉള്ളൂ, വേറെ ഓപ്ഷനൊന്നുമില്ല. പിന്നെ നമുക്കിനി ബാക്കി സെറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷനുകളെല്ലാം ഒന്നുകൂടി ഒന്ന് പരിശോധിക്കുക. കാരണം ആദ്യം മുതലേ എല്ലാ മോഡുകളും നമ്മൾ സെറ്റ് ചെയ്തേക്കണ കറക്റ്റാണോ എന്ന് നോക്കുക. ആദ്യം നമുക്ക് P1 മുതൽ P0 മുതൽ ചെക്ക് ചെയ്ത് പോവാം. P0 മോഡിൽ വരുന്നത് ഹീറ്റ് മോഡാണ്. അത് ഓക്കെ സെറ്റ് കൊടുക്കുക. P1 മോഡ് എന്ന് പറയുന്നത് 0.2 ആണ്. അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. P2 എന്ന് പറയുന്നത് 39 ഡിഗ്രി സെൽഷ്യസ്. P3 എന്ന് പറയുന്നത് 34 ഡിഗ്രി സെൽഷ്യസ്. P4 വേണ്ട. P5 0. പിന്നെ ലാസ്റ്റ് വരുന്നത് നമ്മുടെ അലാറം മോഡ്. അത് ഓഫ് മോഡിലിട്ട് സെറ്റ് ചെയ്യുക. P6 ഓഫിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടെമ്പറേച്ചർ സെറ്റിങ്. ഇപ്പോൾ തെർമോസ്റ്റാറ്റിൻ്റെ ടെമ്പറേച്ചർ സെറ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മുടെ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, ഇൻക്യുബേറ്റർ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള വീഡിയോ അടുത്തതിൽ നമുക്ക് കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.